നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്നിപ്പോൾ ഓഗസ്റ്റ് 6-ാം തീയതി 2026 ഓഗസ്റ്റ് 6-ാം തീയതി രാവിലെ 11 മണിക്ക് എടുക്കുന്ന വീഡിയോ ആണ്. ഇപ്പം നമ്മൾ താറാവുകൾക്ക് തീറ്റ കൊടുക്കുകയാണ്. നല്ല ഒറിജിനൽ കുട്ടനാടൻ ചെമ്പൻ താറാവുകൾ കേട്ടോ. എപ്പോഴും നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു പായ, ഒരു ടാർപോളി ഷീറ്റോ അല്ല ഫ്ലെക്സിൻ്റെ ഷീറ്റോ വിരിച്ചിട്ടിട്ട് അതിൽ നമ്മൾ വെതറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ താറാവുകൾക്കൊക്കെ തന്നെ ഇതുപോലെ പരന്ന് നിന്നിട്ട് തിന്നാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ മെഡിസിനൊക്കെ കലക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബേസിൻ പാത്രം, ഒരു 5 ലിറ്റർ 6 ലിറ്ററോ വെള്ളം കയറുന്ന പാത്രം, 5 ലിറ്ററിൻ്റെ വെള്ളം കയറുന്ന പാത്രം വാങ്ങിച്ചാൽ അത് നല്ലതാണ്. അപ്പോൾ മെഡിസിനൊക്കെ നമുക്കിതിൽ കലക്കി വെക്കാം. പിന്നെ പോണ്ടുകളില്ലാത്ത ആളുകളും ഇതുപോലെ ബേസിനുകൾ കുറേ നിരത്തി വെച്ചാൽ മതി. തീറ്റയും കൊടുക്കും. അവർ തീറ്റ കഴിഞ്ഞിട്ട് കണ്ടല്ലോ വെള്ളം പോയി കുടിക്കുകയും ചെയ്യും കേട്ടോ. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് തീറ്റ കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ഇപ്പോൾ ഇതേ ഇവിടെ കുറേ ആളുകൾ നിന്ന് തിന്നുന്നുണ്ട്. അതിന് കുറച്ച് വിട്ടിട്ട് തൊട്ടടുത്ത് ഇട്ടാൽ അത്രയും നല്ലത്. പക്ഷേ ഇത് കുറച്ച് വിട്ടിട്ട് നമ്മൾ ഇടുമ്പോൾ അവർ ഓടിപ്പോയിക്കോളും. അല്ല, ഇവിടെയും ബേസിൽ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്, ഇവിടെയും വെള്ളമുണ്ട്, അവിടെ ഒരു വെള്ളമുണ്ട്. കേട്ടോ, പരന്നിട്ട് അവർക്ക് തിന്നാൻ പറ്റും കേട്ടോ. അപ്പോൾ തീറ്റ എടുക്കുമ്പോൾ എപ്പോഴും പാത്രങ്ങളിൽ കൊടുക്കാതെ ഇതുപോലെ ഷീറ്റുകൾ വിരിച്ചിട്ട് നമ്മൾ കൊടുത്താൽ അവർക്ക് കൃത്യമായിട്ട് തീറ്റ എടുക്കാൻ സാധിക്കും. പിന്നെ പോണ്ടുകൾ ഉണ്ടെങ്കിൽ നന്നായി. എപ്പോഴും ഹൈറ്റിൽ വെച്ചിട്ടൊരു പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റെഡിമെയ്ഡ് പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം അഴുക്കായി കഴിഞ്ഞാൽ നമുക്കത് ഒരു വാൽവ് വെച്ച് തുറന്നിടാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എല്ലാവരും തീറ്റ എടുക്കണേ, ഓടി വരുന്നു, വെള്ളം കുടിക്കുന്നു, തീറ്റ എടുക്കുന്നു, അവിടെ പോയി കുളിക്കുന്നു കേട്ടോ. തീറ്റ തിന്നും. അവിടെ പരന്ന് വരുമ്പോൾ ഇഷ്ടംപോലെയാണ് അവർക്ക് തിന്നാൻ കിട്ടും. ആർക്കും ഒരു പ്രശ്നമില്ലാതെ. ഇതിൽ മടിയുള്ള താറാവുകളൊക്കെ ഉണ്ടാവും. അവരൊന്നും തീറ്റ ശരിക്ക് പാത്രത്തിൽ കൊടുത്താൽ കിട്ടില്ല. ഇവർ കണ്ട് നല്ല കറക്റ്റായിട്ട് തിന്നും. അപ്പോൾ തീറ്റ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇവിടെ വേസ്റ്റ് കാണണം. അതാണ് താറാവിന് ഫുള്ള് തീറ്റ കിട്ടി എന്നുള്ള ഒരു കണക്ക് വരുന്നത്. ഇനി ഈ ഷീറ്റ് ഫുള്ള് ഒരു തുള്ളി പോലും തീറ്റയില്ലാതെ മൊത്തം അവർ തിന്ന് തീർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് തീറ്റ കറക്റ്റായി വരുന്നത്. അപ്പോൾ തീറ്റ നിന്ന് വെള്ളം കുടിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും കൂടി വിശ്രമിക്കാൻ പോകും. ചിറകിലെ വെള്ളം നനവൊക്കെ അവർ മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതാണ് മെയിനായിട്ട് ഇന്ന് തീറ്റ എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരിതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മെഡിസിൻ്റെ ഒരിതുണ്ട്, അത് നമ്മൾ അടുത്തതിന് ശേഷം നമ്മൾ ചെയ്യും. വേണ്ട, ഇവിടുന്ന് അങ്ങോട്ടോടും ഇവരിങ്ങോട്ടോടും. അപ്പോൾ ക്ഷീണമുള്ള താറാവ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അവർ തീറ്റ എടുത്തിട്ട് മൂലക്കിലേക്ക് മാറി നിൽക്കും. വേണ്ട, ഈ ഒരു ഷീറ്റിൽ ഏകദേശം തിന്ന് തീർത്ത് അപ്പുറത്തുള്ള ഷീറ്റിൽ കുറച്ച് ഉണ്ട് താനും. ഈ വെള്ളത്തിൽ കുളിക്കുക, വിശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ അടുത്ത ഇത് വരാം കേട്ടോ. പറന്നു തുടങ്ങുക. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടോടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇങ്ങനെ അവരെ പരിപാടിയിട്ട് കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ആ പോണ് കേട്ടോ, വരിയായിട്ടാണ് പോണ് കേട്ടോ. ഡ്രസ്സാണ് ഇങ്ങനെ പോണതാണ്. ഇവിടുത്തെ തീറ്റ കഴിഞ്ഞെന്ന് മനസ്സിലായിട്ടാണ് അങ്ങോട്ട് ഓടുന്നത്. അവിടെ തീറ്റ ഉണ്ടെന്ന് അവർക്ക് അറിയാം. ഏകദേശം ഒരു 250 താറാവ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ്. അത് താറാവിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസ് 330 10 താറാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 310 വെച്ചിട്ട് എന്ന് വെച്ചാൽ 3100 രൂപ വരും. 50 താറാവോ അതിൻ്റെ മുകളിലേക്കോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 290 രൂപ റേറ്റാണ് വരിക. 50 താറാവിന് 14,500 രൂപ. 100 താറാവ് എടുക്കുമ്പോൾ 29,000 രൂപ പ്ലസ് ഡെലിവറി ചാർജ് വരും കേട്ടോ. ഡെലിവറി ചാർജ് പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വഴി വരികയാണെങ്കിൽ ബോക്സിൻ്റെ ചാർജ്, നേരിട്ടിട്ട് അവരാണെങ്കിൽ അതിൻ്റെ ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഡെലിവറി ചാർജിൻ്റെ ഫാമിൻ്റെ റേറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. താറാവ് വളർത്തുന്ന സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ നമ്പറിലേക്ക് വിളിക്കാം. ഫോൺ വിളിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫോൺ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടാൽ വോയിസിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും റിപ്ലൈ തരും. ആർക്കും ഇതുവരെ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല. താറാവിന് ഓർഡർ ആണെന്നുണ്ടെങ്കിലും മെസ്സേജ് ആയിട്ട് ഇടുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു 150ഓളം താറാവ് പല സ്ഥലങ്ങളിലേക്കായിട്ട് എത്തിച്ചു കൊടുക്കാനുള്ളതുണ്ട്. ലേറ്റ് ആയിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും ഇപ്പോൾ എത്തിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നമുക്ക് സപ്പോർട്ട് തരാം കേട്ടോ.
നല്ല രീതിയിൽ ഒരാൾ കയറുന്നു, ബാക്കിയുള്ളവർ വെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. കൊട്ടത്തറ ഫാം ആൻഡ് നഴ്സറി, പൊന്നാനി, മലപ്പുറം ഡിസ്ട്രിക്ട് കേട്ടോ സ്ഥലം വരുന്നത്. താങ്ക് യു.